യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡ്രീം വേൾഡിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കും ഗായ്സ്. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ ഡ്രീം വേൾഡിൽ വന്നിട്ട് ആദ്യത്തെ റൈഡാണ് ഗൈസ് നമ്മൾ കയറിയിരിക്കുന്നത്. ഗായ്സ്, ഞാനും വിൽച്ചാട്ടിയും കുഞ്ചാട്ടിയും തന്നെയാണ് ഗായ്സ് എല്ലാ റൈഡുകളും ഒക്കെ കയറിയിരിക്കണേ. ഞങ്ങൾക്ക് ഒട്ടും പേടിയില്ല ഗൈസ്. മേമയും കുഞ്ഞപ്പയും എല്ലാവരും ഞങ്ങളെ താഴെ നിന്ന് നോക്കുകയാണ് ഗൈസ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഗൈസ് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ടാണ് ഗായ്സ് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഗായ്സ്, ഇത് അടിപൊളി റൈഡാണ് ഗായ്സ്. കുഞ്ചാട്ടയും വിൽച്ചാട്ടയും എന്നെ മോളി പോയിട്ട് താഴ്ത്തിയിട്ട് ഗായ്സ്. പിന്നെ ഞങ്ങൾ കാർ ഓടിക്കാനാണ് ഗായ്സ് പോയത്. എൻ്റെ കൂടെ അമ്മയായിരുന്നു ഗായ്സ്. എൻ്റെ ഒപ്പം അമ്മാമ്മയായിരുന്നു ഗൈസ്. എൻ്റെ ഒപ്പം അപ്പച്ചയായിരുന്നു ഗൈസ്. ഞങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ വട്ടം ഞങ്ങൾ ക്രാഷായി ഗൈസ്. എന്നാലും ഞങ്ങൾ അടിപൊളിയായിട്ട് ഓടിച്ചു ഗൈസ്. ഞാനാണ് ഗൈസ് ഏറ്റവും നന്നായി ഓടിച്ചത്. അടുത്തത് ഞങ്ങൾ ഡ്രാഗിൻ്റെ ആണ് ഗൈസ് കയറിയത്. പക്ഷെ അത് ഭയങ്കര സ്ലോ ആയിരുന്നു ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അതിന് നല്ല സ്പീഡായിരുന്നു ഗൈസ്. സത്യം പറയാലോ, നല്ല അഡ്വഞ്ചർ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. അത് കഴിഞ്ഞ് ഞാനും വിൽച്ചാട്ടിയും കുഞ്ചാട്ടിയും കുതിരപ്പുറത്ത് കയറി ഗൈസ്. അത് വളരെ പതിയാണ് പോയ, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായില്ല ഗൈസ്. ഗൈസ്, കുഞ്ഞായും കുഞ്ഞാറ്റിയും കൂടി ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡിൽ കയറി ഗൈസ്. പക്ഷേ ഞാൻ കയറിയില്ല. ഞാൻ അപ്പാപ്പേൻ്റെ ഒപ്പം വേറൊരു റൈഡിൽ അഡ്വഞ്ചറായിട്ട് തന്നെയുള്ള ഒരു റൈഡിൽ പോയി ഗൈസ്. നമ്മൾ ഹൊറർ ഹൗസിലായിരുന്നു ഗൈസ് പോയത്. അതിൻ്റെ ഉള്ളിൽ പ്രേതമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവിടെ നല്ല ഇരുട്ടായിരുന്നു ഗൈസ്. ഇപ്പം വരും പ്രേതം, പക്ഷെ ഇതുവരെ വന്നില്ല ഗൈസ്. ഗൈസ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തർ കെണിയിട്ട് വരുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഒരു ശവപ്പെട്ടിയിൽ നിന്ന് കൈയൊക്കെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറിയായിട്ട് പേടിയൊക്കെ വന്നു ഗൈസ്. ഗായ്സ്, ഇപ്പം നമ്മളുള്ളത് സ്നോ സിറ്റിയിലാണ് ഗായ്സ്. അവിടെ നല്ല തണുപ്പാണ് ഗായ്സ്. പിന്നെ ഇവിടെ നമുക്ക് ബൂട്ട്സ് മാത്രം ഇട്ടിട്ടാണ് ഗൈസ് കയറാൻ പറ്റുള്ളൂ. വേറെ സാധനങ്ങൾ ജാക്കറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഗൈസ്. പിന്നെ അവിടെ 2-3 സ്ലൈഡ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് അവിടെ മ്യൂസിക് ഉണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഡാൻസ് ചെയ്യാൻ പറ്റും.
വെള്ളത്തിൽ കളിക്കാൻ വന്നിരിക്കുന്ന ഇത് കുട്ടികൾ കളിക്കുന്ന സ്വിമ്മിംഗ് പൂളാണ് ഗായ്സ്. നമ്മളിവിടെ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് നമ്മളിവിടെ ഇറക്കാറുള്ളൂ ഗൈസ്. പിന്നെ ഇവിടെ ചെയ്യാൻ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഗൈസ്. നമ്മൾ ഇന്ന് ലഞ്ചിന് കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണ് ഗൈസ്. നല്ല വിശപ്പുണ്ടായിരുന്നു, അത് കണ്ട് ഫുൾ കഴിച്ചു ഗൈസ്. ഗൈസ് ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഫാമിലിയിലത്തെ ഓരോ ആൾക്കാരായിട്ട് വരും. ദേ അപ്പച്ച വന്നു ഗൈസ്. അപ്പച്ച റോക്കറ്റ് വിട്ട പോലെയാണ് ഗൈസ് വന്നിരിക്കുന്നത്. ദേ ആറ്റയ്ക്ക് നീന്തൽ അറിയില്ല കേട്ടോ, പക്ഷെ ആറ്റ നീന്തണുണ്ട്, എങ്ങനെയൊന്നും അറിയില്ല. ചേട്ടന്മാരെ നീന്തണ്ട് കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ് ഗായ്സ്. ഗൈസ് ഞങ്ങളിവിടെ കുറേ നേരം നീന്തി ഗൈസ്. വെക്കേഷൻ എന്തായാലും നീന്തൽ പഠിക്കാൻ പോയത് നന്നായി. ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ഗൈസ്.